ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. അപ്പം ഞാനിപ്പം ഇന്നൊരു ജ്യൂസിൻ്റെ ഐറ്റം വന്നുള്ളത്. അപ്പോൾ ഈ ഷുഗറുകാർക്കൊക്കെ കുടിക്കണത് ഞാൻ ചെയ്യണതാണ്. മറ്റുള്ളവർ നിങ്ങളെങ്ങനെയാണ് ഇടണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് വേഗം അത് കണ്ടിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഈ ജ്യൂസിന് വേണ്ടിയിട്ട് നമ്മൾ മൂസമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം കുരു കളഞ്ഞിട്ട് മൂസമ്പിയുടെ ഉള്ളിൽ ഇങ്ങനെ കുരുണ്ടാവും. അത് നമ്മൾ കളയണം. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് പകുതിയോ ഒന്നോ വേണമെങ്കിൽ നമുക്ക് പുളിക്കനുസരിച്ച് ചേർത്താൽ ഞാൻ ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുക്കമ്പർ നല്ലൊരു സാധനം, എല്ലാവർക്കും അറിയണതാണ്. കുക്കമ്പർ തൊലിയോട് കൂടിയിട്ട് ഇടാം, തൊലി ചെത്താം. ഞാനിപ്പോൾ കുറച്ച് തൊലി ചെത്തി, കുറച്ച് തൊലി ഇരുന്നോട്ടെ വെച്ചിട്ട്. അപ്പോൾ ഇത് കുക്കമ്പർ ഇടുന്നത് ഏറ്റവും വെയിറ്റ് ലോസിനൊക്കെ നല്ലതാണ്. കുക്കമ്പറിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് അറിയാലോ. അപ്പോൾ ജ്യൂസിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ ഒരു ക്യാരറ്റ് ക്യാരറ്റ്. അപ്പം നമ്മളിതിൽ ഷുഗർ ആഡ് ചെയ്യണില്ല കേട്ടോ. ഷുഗർ ഇടുന്നില്ല ഇതിൽ. എന്താ വെച്ചാൽ ഇവിടെ ഷുഗർ ഉള്ളവരാണ്. അപ്പോൾ നമുക്ക് ഈ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. ജ്യൂസിന് ഓൾറെഡി മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർക്കണില്ല. കാരണം ഇവിടെ ചേട്ടനൊക്കെ ഇങ്ങനെ ഷുഗർ ഉള്ളത് കൊണ്ട് ഞാനും ഷുഗർ ചേർക്കില്ല നമ്മൾക്കും. പിന്നെ ഇത് ഷുഗർ വരണ്ടല്ലോ വെച്ചിട്ട്. അപ്പോൾ ക്യാരറ്റ് തൊലി ഞാൻ കുറച്ച് ചെത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യമുള്ളത് കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാം. പഞ്ചസാര ഇടരുത്. പഞ്ചസാര ഇടണമെന്ന് ഇഷ്ടമുള്ളവർക്ക് ഇടാം. കാരണം ഷുഗർ ഉള്ളവരൊക്കെ ഇങ്ങനെ കുടിക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ അതിന് മുന്തിരി കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയുടെ ഫ്ലേവർ നല്ലതാണ്, ശരീരത്തേക്ക് നല്ലതാണ്. അപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ ഇത് ഈത്തപ്പഴമാണ്. ഇവിടെ ദുബായിൽ ഈത്തപ്പഴം കിട്ടിയ കാരണം ഞാനിതിൽ ആഡ് ചെയ്തു. ഇഷ്ടമുള്ളവർക്ക് എടുത്താൽ മതി, ഇല്ലെങ്കിൽ അത് വേണ്ടാന്ന് വയ്ക്കാം. അപ്പോൾ ഇത് 4-5 മധുരം ഉണ്ട്. ഇത് അപ്പോൾ 4-5 ഈത്തപ്പഴം. ഇത് ഒറിജിനലാണ്, നമ്മുടെ അവിടെ നിന്ന് ലൈവായിട്ട് കിട്ടണത് കേട്ടോ. അപ്പോൾ അതും ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ അപ്പോൾ ഇതിൻ്റെ ഒരു മധുരം ഉണ്ടാവും. പിന്നെ ഒരു നമ്മളവിടെ ഇതൊക്കെ പറയും സബ്രജില്ല എന്നാണ് നാട്ടിൽ പറയുക. ഇത് നമ്മുടെ ഇവിടെ ഈ ദുബായിൽ ഇതിന് വേറെ എന്തോ ഒരു പേരുണ്ട് ഇതിന്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ സബ്രജില്ലി നമ്മുടെ നാട്ടിലതും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതൊരു ഫ്രൂട്ട്സാണ് ഇവിടെ കിട്ടണത്. പിന്നെ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ആപ്പിൾ ഏത് ആപ്പിളായാലും കുഴപ്പമില്ല. ഗ്രീൻ ആപ്പിൾ, ചുവന്ന ഏത് ആപ്പിളായാലും കുഴപ്പമില്ല. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കഷ്ണം ബീറ്റ്റൂട്ട് ഇടാം. ബീറ്റ്റൂട്ട് നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ കഴിഞ്ഞു. ബീറ്റ്റൂട്ട് ഞാൻ ഇടാറുണ്ട്. അപ്പോൾ ബീറ്റ്റൂട്ട് ഇല്ല. അപ്പോൾ ഒരു ആപ്പിൾ തൊലി ചെത്തണം കേട്ടോ. അതിൻ്റെ തൊലി ചെത്തിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ തൊലി ചെത്തണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും അത് ഇട്ടോളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് വേഗം പോയി അടിച്ചിട്ട് വരാം. അപ്പം നമ്മൾ ജ്യൂസൊക്കെ അടിച്ച് അപ്പോൾ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് മുന്തിരിയുടെ ഇതാണ്. ഞാൻ അരിക്കണമൊന്നുമില്ല കേട്ടോ. അരിച്ചിട്ട് പിന്നെ നമ്മൾ ഇതാക്കണ്ട. മുന്തിരിയുടെ ചെറിയ പിന്നെ മറ്റേ ഈത്തപ്പഴത്തിൻ്റെ ഇതൊക്കെയാണ്. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കട്ടി കുറച്ച് ലൂസാക്കണമെങ്കിൽ ലൂസാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ഇത് ഇത്തിരി തണുപ്പിച്ച് കുടിക്കാം. തണവ് വേണ്ടെങ്കിൽ അങ്ങനെ കുടിക്കാം. നമ്മളിപ്പോൾ ഷുഗർ പഞ്ചസാര ഇടാത്തത് കൊണ്ട് കുട്ടികൾക്കൊന്നും അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. പഞ്ചസാര ഇടുന്നവർക്ക് ഇടാം, ഇല്ലാത്തവർക്ക് വേണ്ട. അപ്പം അങ്ങനെ. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. എന്താ പറയുക, ഇത് ഞങ്ങളിവിടെ അടിച്ച് കുടിക്കുന്നതാണ് ഷുഗർ ഉള്ളത് കൊണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് പിന്നെ ഇവിടെ നല്ല ചൂടല്ല, ഭയങ്കര ചൂടാണ്. അപ്പോൾ ജോലി കഴിഞ്ഞ് വരുന്നവർക്കൊക്കെ കൊടുക്കാൻ നല്ലൊരു ഇതാണ്. പ്രത്യേകിച്ച് നല്ല ഉള്ള ഫ്രൂട്ട്സുകളൊക്കെ ഇടാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്യാം, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരെ ഓക്കെ, താങ്ക് യു.